പ്രിയപ്പെട്ടവരെ, ഏവർക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ മാസത്തെ റേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതായത് ഈ മാസം ഇരട്ടി റേഷൻ സാധനങ്ങളാണ് ഓരോ ഉപഭോക്താവിനും ലഭിക്കുക. അതോടൊപ്പം തന്നെ മണ്ണെണ്ണ, പഞ്ചസാര തുടങ്ങിയവയും ഈ മാസം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. 2026 മാർച്ച് മാസത്തെ റേഷൻ വിതരണം 31/3/2026 അവസാനിക്കുന്നതാണ്. 2026 ഏപ്രിൽ, മെയ് എന്നീ മാസങ്ങളിലെ റേഷൻ വിതരണമാണ് നമ്മളിവിടെ അറിയിപ്പായിട്ട് നൽകുന്നത്. അതായത് 1/4/2026, 2/4/2026 പെസഹ വ്യാഴം, ദുഃഖവെള്ളി എന്നീ 2 ദിവസങ്ങൾ റേഷൻ കടകൾ അവധിയായിരിക്കും. 2026 ഏപ്രിൽ, മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം 4/4/2026 ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. അതായത് 2 മാസത്തെ റേഷൻ വിതരണമാണ് ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ ഭക്ഷ്യധാന്യം മുൻകൂറായി വിതരണം ചെയ്യും. ഇത് പ്രകാരം മഞ്ഞ കാർഡുകാർക്ക് 60 കിലോ അരിയും 4 കിലോ ഗോതമ്പും 6 പാക്കറ്റ് ആട്ടയും ലഭിക്കും. 7 രൂപ നിരക്കിലാണ് ആട്ട ലഭിക്കുക. പിങ്ക് കാർഡിലെ ഒരംഗത്തിന് 8 കിലോ വീതം അരി ലഭിക്കും. 2 കിലോ ഗോതമ്പും 4 അംഗങ്ങളുള്ള കാർഡിൽ 8 പാക്കറ്റ് ആട്ടയും ലഭിക്കും. നീല കാർഡിൽ ഓരോ അംഗത്തിനും 4 കിലോ അരി വീതം 4 രൂപയ്ക്ക് നൽകും. അധികമായി 5 കിലോ അരിയും ലഭിക്കും. കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണിത്. താലൂക്കിൽ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ടയും നൽകും. കിലോയ്ക്ക് 17 രൂപ നിരക്കിലാണ് ആട്ട നൽകുന്നത്. വെള്ള കാർഡിന് 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ അരി ലഭിക്കും. സ്റ്റോക്ക് അനുസരിച്ച് 2 മുതൽ 6 കിലോ വരെ ആട്ട ലഭിക്കും. കിലോയ്ക്ക് 17 രൂപ നിരക്കിലാണ് അത് നൽകുന്നത്. ബ്രൗൺ കാർഡിന് 4 കിലോ അരി ലഭിക്കും. അതിന് കിലോയ്ക്ക് 10 രൂപ 90 പൈസയാണ് ഈടാക്കുന്നത്. സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 2 കിലോ ആട്ട നൽകും. 1 കിലോയ്ക്ക് 17 രൂപ വീതം അതിന് നൽകണം. ബുധൻ മുതൽ വെള്ളി വരെ റേഷൻ കടയ്ക്ക് അവധിയാണ്. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം 4 മുതൽ വിതരണം ചെയ്യും. 30-ാം തീയതി വരെ ഇത് വാങ്ങാവുന്നതാണ്. മെയ് മാസത്തെ റേഷൻ വിഹിതം മെയ് 30 വരെയും നൽകുന്നതായിരിക്കും. അതായത് മെയ് മാസത്തെ റേഷൻ, അതായത് ഇപ്പോൾ ഏപ്രിൽ, മെയ് മാസത്തെ 2 മാസത്തെ ആണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അത് മെയ് 30 വരെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.